ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾ വരെ പുകഴ്ത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരതത്തോടൊപ്പം ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ലോകരാഷ്ട്രങ്ങൾ അടക്കം പിന്തുണയുമായി രംഗത്തെത്തുന്ന സമയത്ത് ഭാരതത്തിനുള്ളിൽ തന്നെ രാഷ്ട്രീയ ലാഭങ്ങളെ ചൊല്ലി സ്വന്തം സൈന്യത്തെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗ് ചന്നി. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് ചന്നിയുടെ പരാമർശം. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഭീകരാക്രമണം നേരിട്ട് ഭാരതം തിരിച്ചടിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം സൈന്യത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനമായി ഉയർത്തി നിർത്താൻ പറ്റുന്ന സൈനിക ബലത്തെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. ഇതിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഇത് ആദ്യത്തെ സംഭവമല്ല. കോൺഗ്രസിന്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഭാരതത്തിന്റെ സൈന്യത്തെയും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ശൈലി മുൻപും കോൺഗ്രസിന്റെ പല നേതാക്കൾക്കുണ്ട്. നേരത്തെ ബാലാക്കോട്ടിൽ ഭാരതം എയർ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലും ഉറിക്ക് തിരിച്ചടി എന്ന നിലയിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലുമൊക്കെ കോൺഗ്രസിന്റെ പല നേതാക്കളും ഇതേ രീതിയിൽ എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, എനിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ സൈന്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു കനത്ത തിരിച്ചടി ഭാരതം നൽകുന്നത് കാത്തു നിൽക്കുകയാണ് രാജ്യത്തെ 140 കോടി ജനങ്ങൾ. അത്തരമൊരു വലിയ ദേശീയ വികാരം രാജ്യത്തിനകത്ത് നിൽക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് പിന്നിൽ അണിനിരക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MPയും അതോടൊപ്പം തന്നെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജീത് സിംഗ് ചന്നിയാണ് ഇപ്പോൾ വീണ്ടും സൈന്യത്തെ അപമാനിച്ച് രംഗത്തെത്തിയിരിക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ്. സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഇന്ത്യ മുൻപ് നടത്തിയത് ഒരു തെളിവുമില്ല, താൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്ന് സൈന്യം വ്യക്തമാക്കണം. മാത്രമല്ല, ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിൽ അതിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായി താൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കണം, തെളിവ് കാണിക്കണം എന്നാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള പ്രസ്താവന മുൻപും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും നടന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ, ഒന്നതിൻ്റെ ദൃശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി സൈന്യം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ മാധ്യമങ്ങൾക്കുപരിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത്തരം സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഭാരതം നടത്തി എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ നിരത്തിയതാണ്. കാരണം ഏറ്റവും ഒടുവിൽ എയർ സ്ട്രൈക്കാണ് 2019 ഇന്ത്യ ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്നുപോയി ഇന്ത്യൻ പോർവിമാനങ്ങൾ അങ്ങ് ബാലാക്കോട്ടിൽ പോയി നടത്തിയത്. അന്ന് ഈ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിൽ ഏതാണ്ട് 9 ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പാകിസ്ഥാൻ പട്ടാളം വിലക്കിയിരുന്നു. പ്രത്യേകിച്ച് റോയിറ്റേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെ ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ ഈ പാകിസ്ഥാനിലെ സൈന്യം എന്തുകൊണ്ട് അവിടെ ഒരു സുരക്ഷ ഒരുക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിൽ വലിയ പ്രഹരമാണ് ഇന്ത്യൻ പോർവിമാനങ്ങൾ നൽകിയത്. ഏതാണ്ട് 100-ന് മുകളിൽ 100-നും 300-നും ഇടയിൽ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യൻ സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം പറയുന്നതിന് സമാനമായ രീതിയിലുള്ള ഭാഷയാണ് കോൺഗ്രസ് നേതാവിൻ്റെതും. അതായത് പാക് സൈന്യം പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കോ എയർ സ്ട്രൈക്കോ ഇന്ത്യ നടത്തിയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വക്കാലത്തുമായി കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിലും രംഗത്തെത്തുകയാണ്. ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്കോ സർജിക്കൽ സ്ട്രൈക്കോ മുൻപ് നടന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്നതാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ MPയുമായ ചരൺജീത് സിംഗ് ചന്നിയുടെ വാദമുഖം. ദേവിക, തന്നെയാണ്. വീണ്ടും സൈന്യത്തെ അപമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്നാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗിന്റെ വാദം. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നും ചരൺജിത്ത് സിംഗ് ചന്നി പരാമർശിച്ചു. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വലിയ വിമർശനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് തുടർന്നത്.